2030 ജനുവരി വരെ പേപ്പറുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. 2013 മോഡലാണ് വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മുടെ ടൊയോട്ട കോളിസ് ആണ്. കിട്ടാനില്ലാത്ത ഒരു സാധനമാണ്. 2018 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് 2015 മോഡലാണ്. ഇത് തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 91,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസ് ആണ് വണ്ടി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് JP കാർസിലാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ബഡ്ജറ്റ് കാറുകളുടെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. ഒരുപാട് ഓൾട്ടോകൾ, അതേമാതിരി ചെറിയ വാഗണാർ, സാൻഡ്രോ, അങ്ങനെ ചെറിയ നമ്മുടെ സാധാരണക്കാരുടെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവള്ള മഞ്ചവിളാകം. അവരുടെ കറക്റ്റ് ഡീറ്റെയിൽസ് പുള്ളി പറയും. അപ്പോൾ അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നമ്മുടെ അടുത്ത് ജയപ്രസാദ് ചേട്ടനുണ്ട്. ചേട്ടാ, വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാം പുതിയ ബഡ്ജറ്റ് കാറുകളാണ്. എല്ലാം ഓക്കെ. ഓക്കെ, പിന്നെ നമ്മുടെ ലോൺ ഇപ്പോൾ നമ്മൾ വർഷാവസാനമായില്ല, എങ്ങനെ ലോൺ? എന്തായാലും 12 ആണെങ്കിൽ 1 വർഷം കിട്ടുള്ളൂ. 13 തൊട്ടാണെങ്കിൽ 2 വർഷം കിട്ടും. പിന്നെ അങ്ങോട്ട് വർഷം കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് നെയ്യാറ്റിൻകരയിൽ നിന്ന് പഴയ ചെക്ക് പോസ്റ്റ്, അമരവള ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇടത്തോട്ട് മഞ്ചവിളാകം കാരക്കുണം, അല്ല അമ്പലം ജംഗ്ഷൻ. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര. തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര അമരവള ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇടത്തോട്ട് മഞ്ചവിളാകം കാരക്കുണം റോഡിൽ അമ്പലം ജംഗ്ഷനിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ജയപ്രസാദ്, നമ്മുടെ ഫസ്റ്റ് വണ്ടി വാഗണാർ 2008 മോഡലാണ് വണ്ടി. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 91,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4 അലോയി ഉണ്ട്. അലോയ് 4 അലോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞാൽ സെക്കൻഡ് ഓണർഷിപ്പ് 91,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ പ്രശ്നങ്ങളോ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, കണ്ടീഷൻ വണ്ടിയാണ്. പിന്നെ വേറെ ഇതിനൊരു മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കമ്പനി ഗ്യാസ് ആണ് വണ്ടി. LPG ഇൻബിൽറ്റ് വരുന്നതാണ്. കമ്പനി ഇറങ്ങുമ്പോൾ തന്നെ ഇൻബിൽറ്റ് വരുന്നതാണ്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ടുഡർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് മാത്രമാണ്. വർക്കിംഗ് ആണല്ലോ. AC ഒക്കെ വർക്കിംഗ് ആണ്. നല്ല അലോയ് ചെയ്തിട്ടുണ്ട്. 4 അലോയ് ഉണ്ട്. ഓക്കെ, അപ്പം വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ, നമുക്ക് എവിടെ നിന്നാണ് എടുത്തോണ്ട് പോവാം? അപ്പോൾ എങ്ങനെയാ പ്രൈസ്? നമുക്ക് 98,000 രൂപയ്ക്ക് കൊടുക്കാം. 98 രൂപ. ഓക്കെ, അപ്പം ജയപ്രസാദ് അടുത്ത വണ്ടിയും ഒരു ഓൾട്ടോ ആണ്. ഓൾട്ടോ 2010 വണ്ടിയാണ്. 2010 2030 ജനുവരി വരെ പേപ്പറുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ഓക്കെ, 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ബോഡിയൊക്കെ നീറ്റ് ആണ് അല്ലേ? നല്ല നീറ്റ് വണ്ടിയാണ്. വേറെ മേജർ ആയിട്ടൊന്നും കാണുന്നില്ല. ടയർ കണ്ടീഷൻ കൊള്ളാം. 4 ടയർ നല്ല ഒരു 80% ടയർ ഉണ്ടല്ലേ? ഫ്രണ്ട് ടയർ പുത്തൻ ടയറാണ്. ഫ്രണ്ട് പുത്തൻ ടയറാട്ടോ. ഓക്കെ, ബാക്കിൽ 80% ടയർ ഉണ്ട്. അത്യാവശ്യം എടുത്തിട്ട് ഓടാ അല്ലേ? ഒന്നും ചെയ്യണ്ട. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇന്റീരിയർ സീറ്റ് ഫാബ്രിക് ആണ്, നീറ്റ് ആണ്. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് അല്ലേട്ടാ? AC പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ 2010 5 വർഷം പേപ്പറുള്ള വണ്ടി ഇത്രയും കൊടുക്കാം നമുക്ക്? 1.15 കൊടുക്കാം. 1.15. ഓക്കെ, ജയപ്രസാദ് അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൺ ആണ്. 2014 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ എത്രയായി? 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 84,000 കിലോമീറ്റർ അല്ലേ? ടയർ കണ്ടീഷൻ ഒക്കെ കൊള്ളാം. ഒരു 70% ടയർ ഉണ്ട്. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ റെഡിയാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ കൊടുക്കാം. ഓക്കെ, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ചെറിയ ഡാമേജ് സീറ്റ് ഉണ്ട്. വേറെ AC പവർ സ്റ്റിയറിംഗ് LXI ആണ്. സിംഗിൾ ഓണർ ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് 84,000 കിലോമീറ്റർ. ഒരു സൈഡിൽ കുഴപ്പമില്ല. ടച്ച് ആൻഡ് പോളിഷ് ചെയ്താൽ ക്ലിയർ ആകും. അങ്ങനെ വേണമെങ്കിൽ ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? ഈ കണ്ടീഷനിലാണെങ്കിൽ 1.75 കൊടുക്കാം. 1.75. ഓക്കെ, ഈ കണ്ടീഷനിൽ 1.75 കൊടുക്കാം. ഫിനാൻസ് കയറുമല്ലോ? ഫൈനാൻസ് കയറും. ഫുൾ എമൗണ്ട് ഫൈനാൻസ് കയറും. ജയപ്രസാദ് അടുത്ത വണ്ടി ഓൾട്ടോ 2007 മോഡലാണ്. ഓക്കെ, LXI ആണ്. കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ടുണ്ട് ഡെന്റ്. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് വണ്ടി. കിലോമീറ്റർ 1.10 ഓടിയിട്ടുണ്ട്. 1.10 ഓടിയിട്ടുണ്ട് അല്ലേ? വണ്ടി ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യണം അല്ലേ? ചെറിയ ഇതേ ഉള്ളൂ. അല്ല, ടച്ച് ആൻഡ് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ചെറിയ ഡെന്റുകൾ. ടയർ കണ്ടീഷൻ ഒരു 2 ടയർ കൊള്ളാം. 2 ടയർ ആവറേജ് വണ്ടി അല്ലേ? നമുക്ക് ആ വിലക്ക് കൊടുക്കാം. സീറ്റ് ഫ്രണ്ട് കവറുണ്ട്, ബാക്കിൽ ഫാബ്രിക് ആണ്.
സ്റ്റീരിയോ ഇരിപ്പുണ്ട്, എ സിയും പവർ സ്റ്റിയറിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണല്ലോ. പവർ സ്റ്റിയറിംഗ് കംപ്ലൈന്റ് ഉണ്ടോ അത് തീർത്തു കൊടുക്കാം. ക്ലിയർ ആക്കി കൊടുക്കുള്ളൂ. എ സി വർക്കിംഗ് ആണല്ലോ. AC വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രൈസ്? 60 രൂപ കൊടുക്കാം. 60 രൂപ എല്ലാം ക്ലിയർ ആക്കി, മീൻസ് ഈ നമ്മുടെ പവർ സ്റ്റിയറിംഗ് ക്ലിയർ ആക്കി 60 രൂപ 60 രൂപ കൊടുക്കാം. ജെപി ചേട്ടാ, അടുത്ത വണ്ടി ഓൾട്ടോ 800 2018 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി സർവീസ് ആണ് വണ്ടി. ഓക്കെ. കിലോമീറ്റർ 80,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ആണ്. ഓക്കെ. ടയർ നല്ല ടയറുകളാണ്. അത് മാറ്റി കൊടുക്കും. ഒരെണ്ണം മോശം മാറ്റി കൊടുക്കും, ബാക്കി 3 കൊള്ളാം അല്ലേ? 3 ടയർ നല്ല ടയറുകളാണ്. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, അത് വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഇതിനകത്ത് 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് LXI. വേറെ മെക്കാനിക്കലെല്ലാം ഓക്കെ ആണല്ലോ? നല്ല കണ്ടീഷൻ ആണല്ലോ. കാരണം കമ്പനി സർവീസ് ആണെങ്കിൽ പിന്നെ കമ്പനി സർവീസ് ആണ്, അതുകൊണ്ട് വേറെ ഒന്നും ഇതുമില്ല. കിലോമീറ്റർ അത്ര ഓടിയിട്ടില്ലല്ലോ? 80,000 കിലോമീറ്റർ ഓട്ടമല്ല. ഒന്നുമല്ല. ഓക്കെ. 2018 ആണ്. ഏകദേശം 2.5 ലക്ഷം രൂപ ഫൈനാൻസും കിട്ടും. അപ്പോൾ നമ്മുടെ വില എങ്ങനെയാണ് വണ്ടിയുടെ? 260 ആണെങ്കിൽ കൊടുക്കാം. 260. 2.5 ലക്ഷം ഫിനാൻസും കിട്ടും. 2.5 ലക്ഷം ഫൈനാൻസും കിട്ടും. ഓക്കെ. ചേട്ടാ, അടുത്ത വണ്ടി വാഗണാർ. ഇത് വണ്ടി 2008 മോഡൽ തന്നെയാണ്. ഓക്കെ. ഇതിനുള്ള 2030 വരെ വണ്ടി പേപ്പറുണ്ട്. അപ്പം 2 വർഷം താമസിച്ചാണ് ടെസ്റ്റ്? പുതിയ ടെസ്റ്റ് ആണ് വണ്ടി. ഓക്കെ. അപ്പോൾ 5 വർഷം പേപ്പർ? 5 വർഷം പേപ്പറുണ്ട്. 2008. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ആണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ഓക്കെ. കമ്പനി സർവീസ് ആണ്. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. ബമ്പറിലാണ്. ബമ്പർ സ്ക്രാച്ചസ് ഉണ്ട്. ഓക്കെ. അതൊന്ന് ടച്ചപ്പ് ചെയ്താൽ മതി. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് കവറുണ്ട്, ACയും പവർ സ്റ്റിയറിംഗും അല്ലേ? AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ കിലോമീറ്റർ 2 കിലോമീറ്റർ ആണല്ലോ അല്ലേ? കമ്പനി സർവീസ് വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ടയർ കണ്ടീഷൻ ടയർ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ് വാഗണാറിന്റെ? 1.25 ആണെങ്കിൽ കൊടുക്കാം. 1.25. 2030 വരെ പേപ്പറുണ്ട്. 5 വർഷം പേപ്പർ. 5 വർഷം പേപ്പർ. അടുത്ത വണ്ടി ഓൾട്ടോ 2011 വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസ് ആണ് വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 81,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. വേറെ ഡെന്റോ സ്ക്രാച്ചസ് ഒന്നുമില്ല. ഒറിജിനാലിറ്റി അങ്ങനെ തന്നെയാണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്. 81,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ടയർ നല്ല ടയറുകളും കൊള്ളാം. ടയറൊക്കെ ഉണ്ട്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ. ഇപ്പോൾ ടെസ്റ്റ് 26 വരുന്നുണ്ട്. 26 ലാസ്റ്റിലേ ഉള്ളൂ. ഇനി 1 വർഷം പേപ്പറുണ്ട്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ടല്ലേ? 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ACയും പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. 2011 വണ്ടി. ഓക്കെ. 11 ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി മൈലേജ് കിട്ടും. 10 നല്ല മൈലേജ്, കുറച്ചുകൂടി മൈലേജ് ഉണ്ട്. നമ്മുടെ വണ്ടി എത്രയ്ക്ക് കൊടുക്കാം? കണ്ടീഷൻ 1.28 കൊടുക്കാം. 1.28 കൊടുക്കാം. ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. വേറെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി സർവീസ് വണ്ടിയാണ്. കമ്പനി സർവീസ് തന്നെയാണ്. സിംഗിൾ ഓണറുമാണ്. സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ ജെപി ചേട്ടാ, അടുത്ത വണ്ടി ഇയോൺ ആണ്. 2015 മോഡലാണ്. 15. ഇത് 3rd ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. കിലോമീറ്ററോ? 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടി അല്ലേ? 1 ലക്ഷം കിലോമീറ്റർ. ബമ്പർ സ്ക്രാച്ചസ് ഒരു സൈഡിലുണ്ട്. ചെറിയ സ്ക്രാച്ച് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. ഇവിടെയുണ്ട്. ഓക്കെ. മാഗ്ന പ്ലസ് ആണല്ലേ? മാഗ്ന പ്ലസ് ആണ്. ഓക്കെ. വേറെ ബോഡിക്കൊന്നും കുഴപ്പമില്ല. ബമ്പർ മാത്രമേ ഉള്ളൂ. ബമ്പർ മാത്രം ചെറിയ പെയിന്റ് ഇളകിയിട്ടുണ്ട്. വേറെ ഡെന്റ് ഒന്നുമില്ല. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. മാഗ്ന പ്ലസ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീൽ വരും കേട്ടോ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ACയും 2 ഡോർ പവറിന്റെ പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ടയറുകളെല്ലാം നല്ല ടയറുകളാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇയോണിന്റെ പ്രൈസ് നമുക്ക് 1.75 ആണെങ്കിൽ കൊടുക്കാം. 1.75. ഏകദേശം ഫുൾ ലോണും സിബിൽ സ്കോർ ഉള്ളവർക്കാണെങ്കിൽ ഫുൾ ലോണും കയറും. ബമ്പർ ചെറിയ സ്ക്രാച്ചസേ ഉള്ളൂ. അതും ടച്ചപ്പ് ചെയ്തേ. ബോഡിയൊക്കെ നീറ്റാണ്. ശരി. ബജറ്റ് അടുത്ത വണ്ടി ഒമിനി 2013 മോഡലാണ് വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. കിലോമീറ്റർ എത്ര? 88 കിലോമീറ്റർ. 88 കാണിക്കുന്നത്. ഓക്കെ. വണ്ടി ടച്ചപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ? നല്ല പെയിന്റ്, ഇപ്പോൾ ഫുൾ പെയിന്റ് അടിച്ചതാണ്. 87,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. സിംഗിൾ ഓണർ ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. 2 പുത്തൻ ടയർ. ബാക്കിൽ അവരെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് ഒമിനിയുടെ? 1.35. ലോൺ കയറുമല്ലോ? ലോൺ കയറും. എത്ര വരെ കയറും? അത് 1.5 രൂപ കയറും. തിരുവനന്തപുരത്താണെങ്കിലേ കയറുള്ളൂ. കൊല്ലത്ത് കയറില്ല. ട്രിവാൻഡ്രം മാത്രമേ കയറുള്ളൂ. 7 രൂപയാണ്.
സെൻട്രോ GL+ ആണ്. 2011 ലാസ്റ്റ് വണ്ടിയാണ്. അടുത്ത വർഷം ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാണോ? കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ്. ഓക്കെ, ആ വണ്ടിയാണ്. 26 ദിവസം വരെ ടെസ്റ്റ് 26 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പാണ്. 72,000 കിലോമീറ്ററാണ്. കമ്പനി സർവീസാണ് വണ്ടി. ഓക്കെ, ഇതിനകത്ത് 2 AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. 4 പുത്തൻ ടയറുണ്ട്. ടയറും പുത്തനുണ്ട് അല്ലേ? 4 പുത്തൻ ടയർ കാണിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് പ്രാവശ്യം എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? 1,00,000 രൂപയ്ക്ക് കൊടുക്കാം. 1,00,000 രൂപ കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 1,10,000 പറഞ്ഞത്. അപ്പം 1,00,000 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ, ഫിനാൻസ് കയറില്ല? ഫൈനാൻസ് കയറാൻ പാടാണ്. അപ്പോൾ ചേട്ടാ, അടുത്ത വണ്ടി നമ്മുടെ കോളിസ്. ടൊയോട്ട കോളിസ് ആണ്. കിട്ടാനില്ലാത്ത ഒരു സാധനമാണ്. ഇപ്പൊ കുറച്ച് പാടല്ലേ? പക്ഷെ ഡിമാൻഡ് ഉണ്ടല്ലോ. നല്ല ഡിമാൻഡാണ്. നല്ല വണ്ടിയാണ്. ഓട്ടിക്കാന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്താണ്. മാരുതി 800 ഓട്ടിക്കുന്നതിനെ നല്ല ഓടിക്കാൻ പറ്റും. സ്മൂത്തായിട്ട് ഓട്ടിക്കാൻ പറ്റും. ഇപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2000 മോഡലാണ്. ടെസ്റ്റ് കഴിഞ്ഞാ? ടെസ്റ്റ് പുതിയ ടെസ്റ്റാണ്. ഇന്ന് 5 വർഷമായാലും ടെസ്റ്റ് നടത്തിയിട്ട്. അപ്പോൾ 5 വർഷം പേപ്പറുണ്ട്. 5 വർഷം പേപ്പറുണ്ട്. ഓക്കെ. ഇപ്പോൾ കോളിസ് ഇപ്പം പെയിന്റ് ഒക്കെ ചെയ്ത് കിടക്കാനല്ലേ? പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. ബാക്കി എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണ്? എഞ്ചിനൊക്കെ നല്ല എഞ്ചിനാണ്. ഓക്കെ, കിലോമീറ്റർ ഒക്കെ എത്രയുണ്ടോ ചേട്ടാ? കിലോമീറ്റർ 4 സംതിങ് ആയിട്ട് ഓടിയിട്ടുണ്ട് കിലോമീറ്റർ. പക്ഷെ അതിലേക്ക് ഓടിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. 10-12 ലക്ഷം ആയാലും ഓടും, ഒരു പ്രശ്നമില്ല. ടൊയോട്ടയുടെ പ്രത്യേകത അതാണ്. അതെ. അപ്പം ടൊയോട്ട കോളിസ് 2000 വണ്ടി, 5 വർഷം പേപ്പർ. 5 വർഷം പേപ്പർ. ചേട്ടാ എത്ര പ്രതീക്ഷിക്കുന്നത്? 170. 170. ഓക്കെ, അതെല്ലാം ചെയ്ത് ക്ലിയർ ആക്കി ഇട്ടേക്കുന്ന വണ്ടിയാണ്. ക്ലിയർ എല്ലാം ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. പേര് മാറി കൊടുക്കും. ശരി. മഹേന്ദ്ര ബൊലേറോ. അങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2007 മോഡൽ വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഉണ്ട് അവിടെ? കിലോമീറ്റർ 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? വണ്ടി കണ്ടീഷൻ ആണല്ലോ? നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ബൊലേറോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. AC ഉള്ള മോഡലാണ്? AC പവർ സ്റ്റിയറിംഗ്. പവർ സ്റ്റിയറിംഗ് ഉള്ള മോഡലാണ്. എല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. ശരി. അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ് പറഞ്ഞേ? ഇത് 2,10 ആണെങ്കിൽ കൊടുക്കാം. 2,10. 2,10. ഓക്കെ.